എങ്ങനെയുണ്ട്? അടിപൊളിയാ. നമ്മുടെ ഹൽവ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കഴിച്ചു നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഹലോ, അപ്പം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ എന്തുണ്ടാക്കണേ? ചക്കയും പഴം കൂടി വെച്ചിട്ടുള്ള ഹലുവ. ചക്കയും പഴം കൊണ്ടുള്ളൊരു ഹൽവ ആണ്. ഇമ്മാന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ. ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇമ്മ ഞങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി തരികയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഇതേപോലൊക്കെ ഉണ്ടാക്കി നോക്കാം അല്ലെ അമ്മ? അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ഓക്കെ, അപ്പൊ വരി. അപ്പൊ ഇമ്മ, നമുക്ക് ഈ ഹലുവക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഇതിലിപ്പോ എന്തൊക്കെയാണ് ഉള്ളത്? ഇതില് പഴം, ചക്ക, പഴം ചക്കയും കൂടെ അരച്ചത്. പിന്നെ ഇതില് രായ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അരിപ്പൊടി, പിന്നെ കടല, ജീരകം, ഏലക്കായ് കൂടി എല്ലാം കൂടി പൊടിച്ച് വെച്ചത് അല്ലേ? ഓക്കെ. ഇതെന്താ ഇത്? അത് എള്ള്, വെള്ള എള്ളല്ലേ? ഇത് ലാസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ചക്കയും പഴം കൂടെ അരച്ച് വെച്ചേക്ക് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മള് ഉരുക്കി വെച്ച ശർക്കര നമ്മള് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലേ? ഏകദേശം ഇപ്പൊ എത്ര പഴവും ചക്ക എടുത്തിട്ടുണ്ട് നിങ്ങള്? ചെറിയ പാത്രം ചക്ക, പിന്നെ നേന്ത്രപ്പഴം, നല്ല പഴുത്ത പഴം അല്ലേ? ഒരു പഴം കുറച്ച് ചക്ക ആയിട്ടാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിയിൽ എടുക്കാം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ മാറ്റി വെച്ച ശർക്കര ഉരുക്കി വെച്ചത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊരു പാന് വെച്ചിട്ട് നെയ്യല്ലമ്മ ഒഴിക്കുന്നത്. ഏകദേശം 2 ടീസ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ പാനിൽ നമ്മൾ നെയ്യ് ഒഴിക്കുക. അതിനുശേഷം എന്താണ് ചെയ്യുന്നത്, നമ്മളിവിടെ കൂട്ടി വെച്ച മാവ് അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ അതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നെയ്യും അതുപോലെ നമ്മൾ ഒഴിച്ച മാവും കൂടെ നല്ലോണം മിക്സ് ആവണം അല്ലേ അമ്മ? അപ്പൊ അങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇതില് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലേ അമ്മ? നമ്മള് ഇത് കുറച്ച് ഇളക്കിയതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞ് വെന്തതിന് ശേഷം നമ്മൾ വീണ്ടും നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മള് ഇത് ഒഴിച്ചു വെക്കാന് ഒരു പാത്രത്തില് നെയ്യ് സ്പ്രെഡ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിലോട്ട് നിന്നിട്ട് നമ്മൾ ആ മാവ് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാണ് ചെയ്യുന്നത്. എന്നിട്ട് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ് കേട്ടോ ചെയ്യാം. അപ്പൊ എല്ലായിടത്തും നമ്മള് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ മാവ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് എന്ത് ചെയ്യണം, മറ്റേ നമ്മള് നെയ്യ് തേച്ച് വെച്ച ആ ഒരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളിവിടെ മാറ്റി വെച്ച ഈ വെന്ത് കഴിഞ്ഞ മാവുണ്ടല്ലോ, നമ്മ ഇതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ തണുപ്പിക്കാൻ വെക്കണം കേട്ടോ. അപ്പൊ നമ്മള് ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പൊ ഇതിന്റെ മുകൾക്ക് വെള്ള എള്ളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മള് ഹൽവന്റെ മുകൾക്ക്. എന്നിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പൊ നമുക്ക് ഈ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ അടുത്ത് ബദാമോ അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിത് സെറ്റ് ആയിട്ടുണ്ട് ഹൽവ. അപ്പൊ നമുക്ക് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കണം. തണുപ്പിച്ചിട്ട് എത്ര മണിക്കൂർ വെക്കണം ആ ഫ്രിഡ്ജിൽ? ഏകദേശം 2-3 മണിക്കൂർ. ഏകദേശം 2-3 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആയിട്ട് നമുക്കിത് എടുത്തിട്ട് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇമ്മാന്റെ ഹൽവ എന്തായി നമുക്ക് പോയി നോക്കാം. അപ്പൊ അമ്മ, നമ്മുടെ ഹൽവ എന്തായി? 3 മണിക്കൂറോളം നമ്മള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആക്കില്ല കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നമ്മുടെ ഹൽവ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കഴിച്ചു നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. പഴവും അതുപോലെ ചക്കയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഹൽവ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കഴിച്ചു നോക്കാം. നിങ്ങൾക്ക് വേണ്ടേ ഹൽവ? വേണ്ടേ? പിന്നെ റെഡി ആയി നിൽക്കാണ്ട് രണ്ടുപേരും. കൊടുക്കി ഒരു അഭിപ്രായം പറയട്ടെ അമ്മമാന്റെ ഹൽവ എങ്ങനെയുണ്ട്?
ഇസ്മി എഴുതി തിന്നിട്ടാ. എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളിയാ? ഇഷ്ടായാ? ഇമ്മാനെ വെച്ചോണ്ടേ. ജിയ എങ്ങനെയുണ്ട്? അപ്പൊ നമുക്ക് കഴിച്ചോ കേട്ടോ മോനെ. ടേസ്റ്റ് ഉണ്ട് അല്ലേ? എങ്ങനെയുണ്ടമ്മ? കുഴപ്പമില്ല. അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കി നോക്കിട്ടോ. ഞങ്ങളുടെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും ബൈ.